ഊഞ്ഞാലാടാൻ പറ്റിയൊരു പ്രായേ ഈ വയസ്സാം കാലത്ത് ഊഞ്ഞാലാടി കളിക്കാണ്ടെന്ന്. ആ നേരം കൊണ്ട് ആ പച്ചക്കറികൾക്കൊക്കെ പോയി കുറച്ച് വെള്ളം ഒഴിക്കി നല്ല വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിക്കാലാ. ഞങ്ങളിവിടെ താമസാക്കാൻ വരുമ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ കർമ്മൂസ്. ചിലയിടങ്ങളിൽ ഇതിനെ കപ്പങ്ങാന്നും പപ്പായ എന്നൊക്കെ വിളിപ്പേരുണ്ട്. ഞങ്ങൾ 5 മാസം ഇവിടെ താമസാക്കിയിട്ട് ഈ 5 മാസം കൊണ്ടാണ് ഈ കാണുന്ന വളർച്ച ഇതിനുണ്ടായതും ഈ കാണാവുന്ന കായ്കൾ ഇതിൽ കായ്ച്ച് കിടക്കുന്നതും. ഇത് പച്ചക്കറി ഇനത്തിൽ ഉൾപ്പെടുത്താവുന്നതും എന്നാൽ ഇതൊരു നല്ല ഫ്രൂട്ടും കൂടിയാണ്. പല പ്രമുഖ സിനിമാ താരങ്ങളും ഇത് ഫ്രൂട്ടായിട്ട് ജ്യൂസായിട്ടും കഴിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നായിരുന്നു ഇതുകൊണ്ടുണ്ടാക്കുന്ന തോരൻ. വളരെ ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് പപ്പായ കൃഷി. ഇന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പപ്പായ നമ്മുടെ നാട്ടിൽ വരുന്നത്. ഈ പപ്പായയുടെ പേര് റെഡ് ലേഡി എന്നാണ്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് സുലഭമായി കിട്ടുന്ന ഒരിനമാണിത്. ഞങ്ങൾ കുറച്ച് തുളസിയും പരിക്കൂർക്കയും ഇവിടെ നട്ടിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് ഈ തുളസി ധാരാളമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്.